കാടും മേടും കടന്ന് മഞ്ഞുമൂടിയ ആകാശത്തിന്റെ അറ്റത്തേക്ക് ഒരു റൈഡ് പോയാലോ? വേറെ എങ്ങോട്ടുമല്ല, കൊടജാദ്രിയിലേക്ക്. കൊല്ലൂർ നിന്ന് ആ 38 കിലോമീറ്റർ റൈഡ് തുടങ്ങുമ്പോൾ ഞാനും ലോഹിത്തും മാത്രമായിരുന്നു. ഒടുവിൽ കൂടിയത് കൊല്ലൂരിൽ വെച്ച് കണ്ടുമുട്ടിയ കുറച്ച് മലയാളി സുഹൃത്തുക്കളായിരുന്നു. പ്രത്യേകിച്ച് കണ്ണൂർകാരനായ ശ്രീജിത്തേട്ടൻ. അപരിചിതരായി തുടങ്ങി, പിന്നെ കട്ട വൈബായി. വെൽക്കം ടു കൊല്ലൂർ ജേർണി പാർട്ട് 3. രാവിലെ 6:30 ആകുമ്പോൾ തന്നെ നമ്മൾ അമ്പലത്തിനകത്ത് പോയി പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയിരുന്നു. നല്ലൊരു ഹോട്ടൽ നോക്കി നല്ലൊരു ഫുഡും കഴിച്ച് നമ്മളങ്ങ് ചാർജ്. കറക്റ്റ് 8:30 ഞങ്ങളുടെ സ്വന്തം മിഥുനേട്ടനൊപ്പം യാത്ര തുടങ്ങി. 20 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളാ കക്ഷി. അതായത് എന്റെ അതേ പ്രായം, പുള്ളിയുടെ എക്സ്പീരിയൻസ്. ജൂണായിട്ടും മഴയില്ല. പക്ഷെ നിട്ടൂർ എത്തിയപ്പോൾ കാലാവസ്ഥ മാറി. നല്ല കിടുക്കൻ തണുപ്പ്. ബോർഡർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ കളി മാറും. കുത്തനെയുള്ള കയറ്റങ്ങളും പാറക്കല്ലുകൾ നിറഞ്ഞ വഴികളും ഒന്നുറങ്ങി എഴുന്നേൽക്കാൻ പോലും സമ്മതിക്കാതെ പക്ക ഓഫ് റോഡ് ജീപ്പ് റൈഡ്. ഞാൻ നേരെ സൈഡ് സീറ്റിലേക്ക് ഒതുങ്ങി. കാരണം ബെസ്റ്റ് വ്യൂ എനിക്കായിരുന്നു. പോകുന്ന വഴിയിൽ മിഥുനേട്ടൻ വണ്ടി നിർത്തിയിട്ട്, മോനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുമ്പോട്ടൊക്കെ പോയിട്ട് വീഡിയോസ് ഒക്കെ എടുത്തോന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതും പിന്നെ ഒന്നും നോക്കിയില്ല, ഇറങ്ങി ഓടിയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ അങ്ങോട്ട് എടുത്തു. ജീപ്പുകൾ കുലുങ്ങി മറിഞ്ഞ് മല കയറുന്ന വിഷ്വൽസ് ഒപ്പിയെടുത്തു. അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. മല കയറാൻ തുടങ്ങുമ്പോൾ ഞാൻ ക്യാമറയും തൂക്കി ഫ്രണ്ടിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ വെച്ച് മംഗലാപുരത്ത് നിന്നുള്ള കുറച്ച് മച്ചന്മാരെ കിട്ടി. ഒടുവിൽ ഞങ്ങൾ കൊടജാദ്രി മലമുകളിലെത്തി. വർഷങ്ങൾക്ക് മുൻപ് ആദി ശങ്കരാചാര്യർ തപസ് അനുഷ്ഠിച്ച അദ്ദേഹം ജ്ഞാനം നേടിയ ആ പുണ്യഭൂമി, ഇവിടുത്തെ സർവജ്ഞപീഠം, ആ മഞ്ഞിന്റെ നടുവിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വാക്കുകൾക്ക് അപ്പുറമാണ്. ലൈഫിൽ ഇതൊന്നും വന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത്? ശരിക്കും സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പോലെ. അപ്പൊ എങ്ങനാ, അടുത്ത യാത്ര ഇങ്ങോട്ട് തന്നെയല്ലേ?